Sindhus food and spices like swagatham. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് garlic chicken ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് ആണ് ഇത്. ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെയും അതല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ garlic chicken തയ്യാറാക്കാൻ വേണ്ടി 3 പ്രോസസ്സ് ആണ് വരുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുശേഷം ഈ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ garlic chicken. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ ഇത് ബോൺ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് നേരം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെയത് ചിക്കനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ചിക്കനാണുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചേർക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആണ്. 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ചിക്കനെല്ലാം നന്നായി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനത് ചിക്കനൊക്കെ അരമണിക്കൂർ നേരം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോൺ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ പീസ് ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു 8 ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫൈൻലി ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡിലേക്കും എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ചിക്കൻ നന്നായി കുക്കാവുന്നവരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നീട് നമ്മളിനി വേവിക്കുന്നില്ല. അപ്പോൾ നന്നായി കുക്കാവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നന്നായി കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അതിനത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും ഒന്ന് തിരിച്ചിടുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോയാ സോസ് ആണ്. സോയാ സോസ് നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. 2 ടീസ്പൂൺ. പിന്നെ എടുത്തിരിക്കുന്നത് റെഡ് ചില്ലി സോസ് ആണ്. ഇതും 2 ടീസ്പൂൺ. റെഡ് ചില്ലി സോസും 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. അതിനത് 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സോസിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ ഇതിലേക്ക് 1/3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറൊക്കെ നന്നായി കലങ്ങി കിട്ടണം. കോൺഫ്ലവർ അടിയിൽ കട്ടയായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സോസ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന അതേ എണ്ണയിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇതിൽ ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഗാർലിക് ചിക്കന് കിട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഈ നല്ലെണ്ണ ചേർക്കുമ്പോൾ. അതിനത് എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 8 ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഗാർലിക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഗാർലിക് ചിക്കൻ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. നന്നായി
മൂത്ത് വരുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഗാർലിക്കെല്ലാം ഫ്രൈ ആയി കിട്ടും. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ ആയതുകൊണ്ട് ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നന്നായി ഈ ഒരു എണ്ണയിൽ കിട്ടുന്നതാണ്. അങ്ങനത്തെ ഗാർലിക്കിൻ്റെ എല്ലാം കളറ് മാറാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർക്കുന്നത്. അങ്ങനത്തെ സ്പ്രിംഗ് ഒണിയനും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലിയാണ്. ഇത് ഞാൻ 6 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 3 ഗ്രീൻ ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെപ്പറും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ പെപ്പറും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചേർക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചേർക്കാം. അല്ലെങ്കിൽ കോൺഫ്ലവർ അടി പിടിക്കുന്നതാണ്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളയ്ക്കുന്ന വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഈ സമയത്ത് സോസിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്താ നമ്മുടെ സോസൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് സോസായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ ചിക്കനും ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഉപ്പും എരിവൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നുള്ളതൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സോസെല്ലാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗാർലിക് ചിക്കനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ ഒരു സെർവിങ് ഡിഷിലേക്ക് ചേർക്കുകയാണ്. ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഗാർലിക് ചിക്കൻ. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. ഏറ്റവും മുകളിലായിട്ട് അല്പം സ്പ്രിംഗ് ഒണിയനും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗാർലിക് ചിക്കൻ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെയാണ് കഴിക്കേണ്ടത്. എങ്കിലാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.